സാറേ ഈ ഡ്രോയിങ് നോക്കിയേ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ശരിയായിട്ടില്ല, മാറ്റി വരയ്ക്കണം. വരയ്ക്കാം. സാറേ ഇപ്പോഴോ? ചെറിയ പ്രശ്നങ്ങളുണ്ട്, മാറ്റി വരച്ചോ. ഓക്കേ. സാറേ ഇപ്പം എങ്ങനെയുണ്ട്? മാറ്റി വരയ്ക്കണമായിരിക്കും അല്ലേ? എടാ, ഇങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് ചോദിച്ചു പോകും മുമ്പ് അത് നമുക്ക് സ്വയം കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അത് പൊളിക്കും. ഡ്രോയിങ് ചെയ്യുന്നവർ ഫേസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു പോർട്രേറ്റ് വരയ്ക്കാമെന്ന് വിചാരിക്കും. നമ്മൾ റെഫറൻസ് പിക്ചറൊക്കെ എടുത്തു വെച്ചു, നമ്മൾ ഡ്രോയിങ് പേപ്പറൊക്കെ എടുത്തു, എന്നിട്ട് റെഫറൻസ് പിക്ചർ നോക്കി ഡ്രോയിങ് പേപ്പറിലേക്ക് ചിത്രം വരയ്ക്കുകയാണ്. ഓരോ സ്റ്റെപ്പ് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വരച്ച് മുന്നോട്ട് പോവുകയാണ്. ഓരോ സ്റ്റെപ്പും നല്ല രീതിയിൽ നമ്മൾ ഡീറ്റെയിലിംഗ് കൊടുത്ത് വരച്ച് കംപ്ലീറ്റ് ആക്കി. അവസാനം കംപ്ലീറ്റ് ആയ ചിത്രവും റെഫറൻസ് പിക്ചറും തമ്മിൽ നമ്മൾ ഒത്തുനോക്കി. അങ്ങനെ നോക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നുണ്ടാവുക, അയ്യോ ശരിയായിട്ടില്ലല്ലോ, എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും എന്താണ് ആ മിസ്റ്റേക്ക് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇത് കാരണം അത്രയും നേരം നമ്മൾ എടുത്ത എഫേർട്ടിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല എന്ന് മാത്രമല്ല, ഉള്ള സന്തോഷം കൂടി പോയി കിട്ടും. നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിലെ മിസ്റ്റേക്കുകൾ നമുക്ക് തന്നെ സ്വയം കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചാൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന 5 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. 5th പോയിന്റിൽ ഒരു അടിപൊളി ടിപ്പ് നിങ്ങൾക്ക് തരുന്നുണ്ട്. നമസ്കാരം, എൻ്റെ പേര് സച്ചിൻ. ഐ എം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം. വെൽക്കം ടു അവർ ആർട്ട് ചാനൽ. ഡ്രോയിങ്സിലെ മിസ്റ്റേക്ക് നിങ്ങളെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 5 പ്രധാനപ്പെട്ട പോയിന്റിലെ ഫസ്റ്റ് പോയിന്റ്, ലുക്ക് ഫോർ ഇംപ്രൂവ്മെൻറ്റ്സ് നോട്ട് മിസ്റ്റേക്സ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം മിസ്റ്റേക്സ് അല്ല, എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെന്നുള്ളതാണ്. മിസ്റ്റേക്സ് കണ്ടുപിടിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല. സോ റീപ്ലേസ് ദ വേർഡ് മിസ്റ്റേക്സ് വിത്ത് ഇംപ്രൂവ്മെൻറ്റ്സ്. മിസ്റ്റേക്ക് എന്നുള്ള വേർഡ് ഇംപ്രൂവ്മെൻറ്റ്സ് എന്നുള്ള വേർഡുമായിട്ട് റീപ്ലേസ് ചെയ്യാം. ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞാൽ മിസ്റ്റേക്ക് നോക്കുന്നതിന് പകരം എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് എനിക്ക് ഈ ഡ്രോയിങ്ങിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും, അതിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം അടുത്ത ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഞാൻ ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹ്യൂജ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഇനി മറ്റൊരു പോയിന്റും കൂടി പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനൊക്കെ ഡ്രോയിങ് അയച്ചു കൊടുത്ത് ഫീഡ്ബാക്ക് ചോദിക്കുകയാണെങ്കിൽ ബി സ്പെസിഫിക് ആയിട്ട് ഫീഡ്ബാക്ക് ചോദിക്കാനായിട്ട് നോക്കുക. എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളൊരു ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കുകയാണ്. എടാ എങ്ങനെയുണ്ട്, എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞുതരുമോ? ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതിന് പകരം സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ, ആ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ അകത്ത് നിങ്ങളൊരു സ്കൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ സ്കൈയിൽ എന്തൊക്കെ ഡൗട്ടുള്ള പോലെയുണ്ട്. നിങ്ങൾ ഫ്രണ്ട് എടുത്ത് ചോദിക്കുകയാണ്, എടാ ഞാൻ ഈ സ്കൈയിൽ ഈ ഒരു കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്, നീ ഒരു ചിത്രം നോക്കിയിട്ട് നിൻ്റെ അഭിപ്രായം പറയാമോ? സ്കൈ എങ്ങനെയുണ്ട്, കറക്റ്റാണോ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താനുണ്ട്? സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ടിന് കൃത്യമായിട്ട് അവരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചുള്ള ആൻസേഴ്സ് തരാനായിട്ട് സാധിക്കും. ഈ ആൻസേഴ്സ് ആണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അല്ലാതെ വെറുതെ ഒരു ചിത്രം അയച്ചു കൊടുത്ത് എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇമ്പ്രൂവ് ആകാനായിട്ട് പോകുന്നില്ല. പകരം എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണം നിങ്ങൾക്ക് സ്വയം കണ്ടുപിടിക്കാനും മറ്റുള്ളവരുടെ അടുത്തുനിന്ന് ചോദിച്ച് മനസ്സിലാക്കാനും സാധിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ മിസ്റ്റേക്കിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോവും. ഓരോ ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴും നിങ്ങൾക്ക് മിസ്റ്റേക്ക് കൂടി വരുന്ന പോലൊരു ഫീൽ വരും. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കുറയും, നിങ്ങളുടെ ഡ്രോയിങ് സ്കില്ല് താഴോട്ട് പോവും, ലാസ്റ്റ് നിങ്ങൾ ഡ്രോയിങ് സ്റ്റോപ്പ് ചെയ്യും. സത്യമായിട്ട് പറയാം, ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് ഒരുപാട് പേരെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈം മിസ്റ്റേക്ക് എന്നുള്ള വേർഡ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. പകരം ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും, അത് മാത്രം ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ് പോയിന്റ്, ചെക്ക് സിലുവേറ്റ്. എന്താണ് സിലുവേറ്റ് എന്ന് പറഞ്ഞുതരാം. നമ്മളൊരു ഡ്രോയിങ് ചെയ്യുകയാണ്. നമ്മൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷെയ്ഡിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിലിംഗിലേക്ക് സ്വാഭാവികമായിട്ടും കൂടുതൽ ഫോക്കസ് കൊടുക്കും, കൂടുതൽ ഡീറ്റെയിലിംഗ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കും. പക്ഷേ ഡീറ്റെയിലിംഗിലേക്ക് കൂടുതൽ ഫോക്കസും ടൈം കൊടുക്കുന്ന കാരണം നമുക്ക് ചിലപ്പോൾ ടോട്ടൽ ഷേപ്പും പ്രൊപ്പോർഷനും സൈസും ഒക്കെ മാറിപ്പോയിന്ന് വരും. അങ്ങനെ മാറിപ്പോയെന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ചെക്ക് സിലുവേറ്റ്. നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സിലുവേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ.
ടോട്ടൽ ഷേപ്പ് എടുക്കുക, എന്നിട്ട് അത് മൊത്തത്തിൽ നിന്ന് കാണാനായിട്ട് നോക്കുക, ഡീറ്റെയിലിൽ നോക്കാതെ ടോട്ടൽ ഷേപ്പ് മാത്രം കാണാനായിട്ട് നോക്കുക. ഇവിടെ ഞാനൊരു റെഫറൻസ് പിക്ചറും ഒരു ഡ്രോയിങ് കൊടുത്തിട്ടുണ്ട്. റെഫറൻസ് പിക്ചറിൻ്റെ ഷേപ്പ്, ടോട്ടൽ ഷേപ്പ് നോക്കുക, ഡ്രോയിങ്ങിൻ്റെ ടോട്ടൽ സിലുവറ്റ് നോക്കുക. ഔട്ട്ലൈൻ മാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്ത് ബ്ലാക്ക് ഫില്ല് ചെയ്തു. ഇതാണ് ടോട്ടൽ സിലുവറ്റ് എന്ന് പറയുന്നത്. ഇതിനെയാണ് സിലുവറ്റ് എന്ന് പറയുന്നത്. ഇത് ഡിജിറ്റലിൽ ചെയ്യുന്നതല്ല പറയുന്നത്, ഇത് മനസ്സിൽ സങ്കല്പിക്കുക. ഇതാണ് ഇതിൻ്റെ ടോട്ടൽ ഷേപ്പ്. എന്നിട്ട് നിങ്ങളുടെ റെഫറൻസ് പിക്ചറിൻ്റെ ടോട്ടൽ ഷേപ്പും നിങ്ങളുടെ ഡ്രോയിങ്ങിൻ്റെ ടോട്ടൽ ഷേപ്പും കൂടി കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ സ്ഥലങ്ങളിലാണ് പ്രപ്പോർഷൻസ് മാറിയിട്ടുള്ളത്, എന്തൊക്കെ സ്ഥലങ്ങളിലാണ് മെഷർമെൻറ്റ് മാറിയിട്ടുള്ളത്, എന്തൊക്കെ സ്ഥലങ്ങളിലാണ് ഷേപ്പ് ഡിഫറൻസ് ഉള്ളതെന്ന്. അപ്പോൾ ആ ചിത്രം ടോട്ടലി എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താനുള്ളതെന്ന് സിലുവറ്റ് എന്നുള്ള മെത്തേഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ പോയിന്റ്, യൂസ് ഗൈഡ് ലൈൻസ് ആൻഡ് ഷേപ്സ്. നമ്മുടെ ചാനലിൽ തന്നെ പോർട്രേറ്റ് വരയ്ക്കാനായിട്ട് ഗൈഡ് ലൈൻ മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. മിക്കവാറും ഒരുവിധം പേരൊക്കെ ഗൈഡ് ലൈൻ മെത്തേഡ് ഉപയോഗിച്ച് നല്ല രീതിയിൽ പോർട്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ വരച്ച് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഗൈഡ് ലൈൻ യൂസ് ചെയ്യാറുണ്ടോ? നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഡ്രോയിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് നമ്മുടെ റെഫറൻസ് പിക്ചറായിട്ട് ഒത്തു നോക്കുന്ന സമയത്ത് ഒരു HB പെൻസിൽ അല്ലെങ്കിൽ 2H പെൻസിൽ എടുത്തിട്ട് വളരെ ലൈറ്റ്, നിങ്ങൾക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ വളരെ ലൈറ്റ് ഗൈഡ് ലൈൻസ് വരച്ചിട്ട് ഓരോ ഭാഗങ്ങൾ കറക്റ്റാണോ, ഓരോ ഭാഗങ്ങളിലെ പ്രപ്പോർഷൻസ് ആൻഡ് മെഷർമെൻറ്റ്സ് ആൻഡ് പൊസിഷൻസ് കറക്റ്റാണോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾക്ക് ഗൈഡ് ലൈൻ യൂസ് ചെയ്യാം. ഗൈഡ് ലൈൻ മാത്രമല്ല, സ്കെയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ റെഫറൻസ് പിക്ചർ എടുക്കുക, അതിൽ സ്കെയിൽ വെച്ച് നോക്കുക. സ്കെയിൽ വയ്ക്കുമ്പോൾ ഏകദേശം ചെരിവ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ ഒരു കണ്ണ് ചെരിഞ്ഞിട്ടാണ് റെഫറൻസ് പിക്ചറിൽ ഇരിക്കുന്നത്. ആ സ്കെയിൽ കണ്ണിൻ്റെ ആ ലൈനിൽ വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ ഡ്രോയിങ് എടുക്കുക, ഡ്രോയിങ്ങിൻ്റെ അവിടെയും ഒരു സ്കെയിൽ വയ്ക്കുക. രണ്ട് സ്കെയിലിൻ്റെ ആ ചെരിവ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നൊക്കെ. സോ ഗൈഡ് ലൈൻസും ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ട്, ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താനായിട്ട് സാധിക്കും. അതുകൂടാതെ ഷേപ്പുകൾ ഉപയോഗിച്ചിട്ട്, ബേസിക് ഷേപ്പുകൾ ഉപയോഗിച്ചിട്ട് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളൊരു പോർട്രേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാനൊരു പോർട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോ. ഞാൻ ഒരാളുടെ ഫേസ് വരയ്ക്കുകയാണ്. എനിക്ക് കൂടുതൽ വരയ്ക്കാൻ ഇഷ്ടം കണ്ണ് വരയ്ക്കാൻ ഇഷ്ടമാണ്, ലിപ്പ് വരയ്ക്കാൻ ഇഷ്ടമാണ്. ഞാൻ കൂടുതൽ ഫോക്കസ് അതിലേക്ക് കൊടുത്തു. പക്ഷേ ഫേസിൻ്റെ ടോട്ടൽ ഷേപ്പ് മാറിപ്പോയി. എന്താണ് ഷേപ്പ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ റെഫറൻസ് ഇമേജ് എടുക്കുക. ഓരോരുത്തരുടെ ഫേസ് ഓരോ തരത്തിലാണ് നിങ്ങൾക്ക് അറിയാലോ. ചിലർക്ക് റൗണ്ട് ഷേപ്പ് ആയിരിക്കും, ചിലർക്ക് ഓവൽ ഷേപ്പ് ആയിരിക്കും, ചിലർക്ക് ചിലപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പ് ആയിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്പുകളുണ്ട്. അത് നോക്കിയിട്ട് റെഫറൻസ് ഇമേജ് നോക്കിയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു ഇമേജ് ഉണ്ടാക്കുക. ഇയാളുടെ ഷേപ്പ് ഇതാണ്, ഇയാളുടെ ഫേസിൻ്റെ ഷേപ്പ് ഒരു റൗണ്ട് ഷേപ്പാണ്, അല്ലെങ്കിൽ ഇയാളുടെ ഫേസിൻ്റെ ഷേപ്പ് ഒരു സ്ക്വയർ ഷേപ്പാണ്. ഞാൻ വരച്ച ഡ്രോയിങ്ങിൽ ആ ജനറൽ ഷേപ്പ് വന്നിട്ടുണ്ടോ? കറക്റ്റ് സ്ക്വയർ ആവണം എന്നല്ല കേട്ടോ പറയുന്നത്, ജനറൽ ഷേപ്പ്. അതിൽ നിന്ന് നമ്മളൊരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മൾ വരച്ച റെഫറൻസ് പിക്ചറിൽ ആ ഷേപ്പ് വന്നിട്ടുണ്ടോ, അതോ വേറെ ഏതെങ്കിലും ഷേപ്പായിട്ടത് മാറിപ്പോയിട്ടുണ്ടോ? എന്നിട്ട് നിങ്ങൾക്ക് കറക്ഷൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താനായിട്ട് സാധിക്കും. നാലാമത്തെ പോയിന്റ്, ടേക്ക് എ ബ്രേക്ക് ആൻഡ് ചെക്ക് ലേറ്റർ. വളരെ എഫക്റ്റീവായിട്ട് ഇപ്പോഴും വർഷങ്ങളോളം ഞാൻ എഫക്റ്റീവായിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ്. ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സൈൻ ഇടാറില്ല. ഞാൻ ചിലപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് സൈൻ ഇടാറുള്ളത്. എന്തിനാന്ന് വെച്ചാൽ അടുത്ത ദിവസം നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്ത് റിലാക്സ് ചെയ്ത് വന്ന് ആ ഡ്രോയിങ് നോക്കി കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡ്രോയിങ് ആണോ പെയിൻറ്റിംഗ് ആണോ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, അത് നോക്കി കാണുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാനായിട്ട് സാധിക്കും. ഒന്ന് റിഫ്രഷ് ചെയ്ത്, മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്ത് വരുമ്പോഴാണ് ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മിനിമം ഒരു ദിവസമെങ്കിലും ഗ്യാപ്പ് ഇടുക. ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ്, ആർട്ട് വർക്ക് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് ഒരു ദിവസം ഗ്യാപ്പ് ഇടുക, പിറ്റേ ദിവസം വന്ന് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്തൊന്നും പഠിക്കാനും മനസ്സിലാക്കാനും തീർച്ചയായിട്ടും സാധിക്കും. ഇനി അങ്ങനെ നോക്കുന്ന സമയത്ത് രണ്ട് തരത്തിൽ ആ ഡ്രോയിങ് നിങ്ങൾക്ക് നോക്കി കാണാനായിട്ട് സാധിക്കും. ഒന്ന്, കുറച്ചൊന്ന് അടുത്ത് വെച്ച് കുറച്ചൊന്ന് ക്ലോസ്ലി ഡീറ്റെയിൽസ് ഒബ്സർവ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, കുറച്ചൊന്ന് അകലെ, ഒരു 4 അടി 3 അടി അകലെ വെച്ചിട്ട് കുറച്ചൊന്ന് പിറകോട്ട് നിന്ന് നീങ്ങി നിന്ന് ഒന്ന് ദൂരെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാൻ പറ്റും. രണ്ട് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് അതിൽ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് 4th പോയിന്റ്. 5th ആൻഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, യൂസ് മിറർ. മിറർ എന്ന് പറയുന്നത് കണ്ണടയല്ല കേട്ടോ, കണ്ണാടി. മിറർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് മിറർ യൂസ് ചെയ്യുക? അതിനേക്കാൾ മുമ്പ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ ഡിജിറ്റൽ ഡ്രോയിങ് ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാൻവാസ് ഫ്ലിപ്പ് ചെയ്ത് നോക്കാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഫോട്ടോഷോപ്പിലാണെങ്കിൽ ക്യാൻവാസ് ഹോറിസോണ്ടലി ഫ്ലിപ്പ് ചെയ്ത് നോക്കാറുണ്ട്, അല്ലെങ്കിൽ വെർട്ടിക്കലി ഫ്ലിപ്പ് ചെയ്ത് നോക്കാറുണ്ട്. പ്രോക്രിയേറ്റ് ആപ്പിലൊക്കെ ആണെങ്കിലും ക്യാൻവാസ് ഫ്ലിപ്പ് ചെയ്ത് നോക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്ത് നോക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ ചിത്രം ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വേറൊരു പെർസ്പെക്റ്റീവിൽ അതിനെ നമ്മൾ നോക്കിക്കാണാണ്
കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് പെട്ടെന്ന് നോക്കി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ മിറർ കൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡ്രോയിങ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഡിജിറ്റലി ഫ്ലിപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മിറർ ഉപയോഗിച്ചിട്ട് മിററിൽ നമുക്കത് ഫ്ലിപ്പ് ചെയ്യാം. നിങ്ങൾ ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കി കഴിയുന്ന സമയത്ത് സിംപിളി മിററിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വെച്ച് നോക്കുക. ആദ്യം ഡ്രോയിങ്ങിലേക്ക് നോക്കുക, പിന്നെ മിററിലേക്ക് നോക്കുക. മിററിലേക്ക് നോക്കുന്ന സമയത്ത് എവിടെയൊക്കെയാണ് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തേണ്ടതെന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ലെവലിലേക്ക് പോകുന്ന സമയത്ത് മിററിൽ ഡ്രോയിങ് വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ, മിററിൻ്റെ അടുത്ത് നമ്മുടെ ഡ്രോയിങ് വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ റെഫറൻസ് ഫോട്ടോയും കൂടി വെക്കുക. എന്നിട്ട് ആദ്യം റെഫറൻസ് ഫോട്ടോ ഡ്രോയിങ് നോക്കുക, പിന്നെ മിററിലും കൂടി നോക്കുക. അപ്പോൾ നമുക്ക് വേറൊരു വ്യൂ പോയിന്റിലും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് സൈഡ് വൈസ് വെക്കാം, തല കുത്തനെ വെക്കാം, ഡിഫറെൻറ്റ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് വെച്ച് നോക്കുക. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ വളരെ എഫക്റ്റീവാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് സില്ലിയാന്ന് തോന്നും, പക്ഷേ നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ടെന്ന്. വളരെ 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 എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടെക്നിക്കാണ് മിറർ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്ത ആർട്ട് വർക്കിലെ മിസ്റ്റേക്ക് എന്നുള്ള വേർഡ് നമ്മൾ ഒഴിവാക്കിയല്ലോ. ഇമ്പ്രൂവ്മെൻറ്റ്സുകൾ കണ്ടുപിടിക്കാനുള്ള 5 ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ. ഇനി ഒരു ബോണസ് പോയിന്റ് കൂടി ഞാൻ പറഞ്ഞുതരാം. പ്രാക്ടീസ് മോർ, അതാണ് ബോണസ് പോയിന്റ്. നമ്മൾ എത്രത്തോളം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ആവും. നിങ്ങളുടെ മെഷർമെൻറ്റ് സ്കില്ലും, നിങ്ങളുടെ പ്രപ്പോർഷൻസ് എടുക്കാനുള്ള സ്കില്ലും, നിങ്ങളുടെ ഡ്രോയിങ് സ്കില്ലും, നിങ്ങളുടെ ഷേപ്പും സൈസും ഡീറ്റെയിലിങ്ങും എല്ലാം കറക്റ്റ് ആവാനുള്ള സ്കില്ലെല്ലാം ഒരുമിച്ച് ഇമ്പ്രൂവ് ആവും. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ടിപ്സും ട്രിക്സിൻ്റെയും ടെക്നിക്സിൻ്റെയും ആവശ്യമില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ടിപ്സോ ട്രിക്സോ ടെക്നിക്സോ ആരും എന്നെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ വരച്ചുകൊണ്ടേയിരുന്നു. മിസ്റ്റേക്കുകളുടെ പിന്നാലെ പോകാതെ ഓരോ ഡ്രോയിങ് കഴിയുമ്പോഴും അടുത്തടുത്ത ഡ്രോയിങ്ങിലേക്ക് വീണ്ടും 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 വരച്ചുകൊണ്ടിരുന്നു. ആ ഒരു പ്രോസസ്സിൽ എൻജോയ്മെൻറ്റ് കണ്ടെത്തി. അങ്ങനെയാണ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചത്. സോ ഈ ഒരു ബോണസ് പോയിന്റ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാക്ടീസ് ചെയ്യുക. ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് ടിപ്സിൻ്റെയും ട്രിക്സിൻ്റെയും ടെക്നിക്സിൻ്റെയും ഒന്നും ആവശ്യം വരില്ല. പ്രാക്ടീസ് തന്നെയായിരിക്കും നിങ്ങളെ മുന്നോട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ ആർട്ട് വർക്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് കണ്ടെത്താനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന 5 പോയിന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് എനിക്ക് കിട്ടിയത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് നമ്മുടെ ആർട്ട് ലവേഴ്സ് ചെയ്ത കമൻറ്റ് വായിച്ചപ്പോഴാണ്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. ഇനി അടുത്തടുത്ത വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ടാവുക നിങ്ങളുടെ സജഷൻസ് അനുസരിച്ചിട്ടായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസാണ് ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. സോ ആർട്ടിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ സൈഡിൽ നിന്നും എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്ക് നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് നോക്കിയിട്ടായിരിക്കും അടുത്തടുത്ത ടോപ്പിക്കുകൾ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. സോ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. നമുക്ക് എല്ലാവരുടെയും ഡ്രോയിങ് സ്കില്ലും എല്ലാവരുടെയും പെയിൻറ്റിങ് സ്കില്ലും നമുക്ക് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ സ്വന്തം സ്കില്ല് ഇമ്പ്രൂവ് ചെയ്ത് ഒരുമിച്ച് ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.